നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ശക്തമായിട്ടുള്ള ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലൈനിങ്ങിൽ നമ്മുടെ വീട്ടിലുള്ള വളരെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ കത്തിനശിച്ച് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്കതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ടി വിയും അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെയാണ് നമുക്ക് പ്ലഗിൽ നിന്ന് ഊരിടാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളുടെ വീട്ടിലുള്ള ഈ നമ്മളുടെ BLDC മോട്ടോർ വെച്ചിട്ടുള്ള ഈ ഫാനുകൾ ഇതിന് നല്ല റേറ്റ് വരും. ഇതിനകത്ത് ഉള്ള ചിപ്പും കാര്യങ്ങളൊക്കെ പോയിക്കുന്നത് അതിൻ്റെ ബോർഡൊക്കെ പോയിക്കുന്നത് നല്ല റേറ്റ് വരുന്ന ഫാനാണ് ഇങ്ങനെയുള്ളത്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടി ഇത്തരം സാധനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് 10 രൂപ മുടക്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കൊച്ചു ഡിവൈസ് കണ്ടോ, ഒരു ചെറിയൊരു സംഭവം. ഇതിനിപ്പുറത്തും നമുക്കിതിലേക്ക് ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഡിവൈസ് വെച്ചിട്ട് നമ്മളുടെ ഈ ഫാനിന് നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സംരക്ഷണം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു MOV എന്ന് പറയും, മെറ്റൽ ഓക്സൈഡ് വേരിയസ്റ്റർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കമ്പോണൻ്റാണ്. ഈ ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്ന ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ്, അതായത് ഫാനിലേക്ക് പോകുന്ന പോസിറ്റീവിലും നെഗറ്റീവിലുമായിട്ട് നമ്മൾ ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് 275 വോൾട്ടിൽ ഉള്ള ഒരു MOV ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 275 വോൾട്ടിലും കൂടിയ ഒരു വോൾട്ടേജ് ഇതിനകത്തേക്ക് വരികയാണ്. ഇപ്പോൾ 500 വോൾട്ടോ 1000 വോൾട്ടോ ഒക്കെ ഹൈ വോൾട്ടേജൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഈ രണ്ട് ലീഡുകളും തമ്മിൽ വളരെ ഹൈ സ്പീഡിൽ തന്നെ അത് ഷോർട്ടാകും. ഷോർട്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പലപ്പോഴും നമ്മൾ പറയും സെക്കൻഡുകൾക്കുള്ളിൽ നിന്നൊക്കെ, പക്ഷേ ഇതിൻ്റെ ഷോർട്ടിങ് ആകുന്ന സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡുകളൊന്നുമല്ല, 1 സെക്കൻഡിൻ്റെ 1 കോടിയിൽ ഒരു സമയം. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചോ, 1 സെക്കൻഡിൽ നമ്മൾ 1 കോടിയായിട്ട് വിഭജിച്ചിട്ട് അതിനകത്ത് ഒരു പാർട്ട് എടുത്ത് എന്തുമാത്രം ടൈമുണ്ടോ അത്രയും സമയത്തിനോടുള്ളിൽ ഇത് ഷോർട്ടാവും. അപ്പോൾ നമുക്ക് ഒരു തരത്തിലും നമ്മുടെ ഫാനിനെ ബാധിക്കില്ല, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നമുക്ക് സപ്ലൈ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ഷോർട്ടിങ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലുള്ളൊരു പ്രശ്നം, ഈ പോസിറ്റീവ് നെഗറ്റീവും തമ്മിലാണല്ലോ ഷോർട്ട് ആകുന്നത്. ആ സമയത്ത് നമുക്ക് തീ പിടിക്കാൻ അല്ലെങ്കിൽ കത്തിപ്പിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം ഷോർട്ട് ആകുവാണല്ലോ പോസിറ്റീവ് രണ്ട് വയറുകൾ തമ്മിൽ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ അതിനകത്ത് പോസിറ്റീവിലും നെഗറ്റീവിലും രണ്ട് വളരെ ചെറിയ, അതായത് ചെറിയൊരു ഷോർട്ടിങ് വന്നാൽ പോലും പോകാൻ വേണ്ടി 100 മില്ലി ആംപിയറിൻ്റെ ഒരു ചെറിയ ഫ്യൂസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഫ്യൂസുകളും ഈ ഷോർട്ടാകുന്ന ആ സമയത്ത് തന്നെ ബേണായി പോകും. അപ്പോൾ ഫ്യൂസ് 2 ബേണായി പോയിക്കുന്ന പിന്നെ എന്താണ്, അതിനിപ്പുറത്ത് വന്ന് നമുക്ക് ഈ മിന്നലിന് ഇതിനിപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഫ്യൂസ് 2 ബേണായി അത്രയും ഗ്യാപ്പ് അവിടെ ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ മിന്നലിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സംരക്ഷണം പിന്നെ കിട്ടുകയും ചെയ്യും. മാത്രമല്ല വീണ്ടും ഏതെങ്കിലും രീതിയിൽ ഈ ഗ്യാപ്പ് ചാടി അപ്പുറം കിടക്കുകയാണെങ്കിലും അവിടെ MOV ഉണ്ട്, MOV വീണ്ടും അത് ഷോർട്ടായിക്കോളും, പിടിച്ചോളും. അപ്പോൾ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സംരക്ഷണം നമ്മുടെ ഈ BLDC ഫാനിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഇതിന് നമുക്ക് കണക്ട് ചെയ്ത് ഇതിൻ്റെ കപ്പിനകത്ത് തന്നെ നമുക്ക് ഈ സംഭവം വെക്കാം. ഈ ഒരു ചെറിയ സാധനമാണ് ഇത് കണക്ട് ചെയ്ത് നമുക്ക് ഇതിനടിയിലുള്ള കപ്പുണ്ടല്ലോ, ഇതിനടുത്ത് തന്നെ നമുക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു കുഞ്ഞൻ ഡിവൈസ്. ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു MOVയും ഒരു 2 ഫ്യൂസും മാത്രമേ ഇതിനകത്ത് ശരിക്കും ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിനകത്ത് ഈ MOV നമ്മൾ എടുക്കുമ്പോൾ ഇത് 200 നിങ്ങൾക്ക് ഇതുണ്ടോ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇതിനകത്ത് 275 വോൾട്ടിൻ്റെ MOV ആണിത്. അപ്പോൾ ഈ ടൈപ്പ് തന്നെ 275 തന്നെ എടുക്കണം. പക്ഷേ ഇതിനകത്ത് MOV ഇതുണ്ടോ, അതൊരു ചെറുത് കിട്ടും കേട്ടോ. ഇത് 14D, അതുപോലെ തന്നെ 20D എന്നൊക്കെ എഴുതുന്നുണ്ട്. ഈ D എന്ന് ഡയമീറ്റർ, ഇതിൻ്റെ ഇങ്ങനെയുള്ള ഈ അളവുണ്ടല്ലോ, ആണിത്. അപ്പോൾ വലിപ്പം കൂടുന്നതിനനുസരിച്ച് 20, 14 അങ്ങനെ 14 ചെറുതായിരിക്കും. ഇത് 14 ഇതുണ്ട്, ഇത് 14ആണ്, ഇത് 20ആണ്. അപ്പം പല വലിപ്പത്തിൽ വരും. നമുക്കിപ്പോൾ 14 ഇട്ടാലും മതി. ഞാനിപ്പോൾ എൻ്റെ 20 ഇരുന്നതുകൊണ്ട് ഞാനത് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവത്തിന് ഒരു 10 രൂപയ്ക്ക് താഴെ വിലയ്ക്ക് ഈ MOV നമുക്ക് മേടിക്കാനായിട്ട് ഇതുകൊണ്ടോ ഇതുപോലെ ഞാൻ തരാം. ഇതുണ്ടോ ഇതുപോലെ സ്ട്രിപ്പായിട്ട് ഇതിങ്ങനെ വരുക ഉണ്ടോ, ഇതുപോലെ വരുവാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾക്കിത് മേടിക്കാനായിട്ട് കിട്ടും. ഇതൊരെണ്ണം വാങ്ങിക്കുക, കുറച്ചെണ്ണം മേടിക്കുക, ഒന്നോ അതിൽ കൂടുതലോ മേടിക്കാം. എന്നിട്ട് ഈ ഫ്യൂസ് നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 100 മില്ലി ആംപിയറിൻ്റെ ഫ്യൂസാണ്. അപ്പോൾ ഈ ഫ്യൂസ് കിട്ടാനൊരു ഈ കറക്റ്റ് നല്ല ഫ്യൂസ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒത്തിരി കടകളിൽ അന്വേഷിച്ചിട്ടാണ് എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള 100ൻ്റെ ഫ്യൂസ് കിട്ടിയത്. അപ്പം 100 മില്ലി ആംപിയർ കൂടെ ഇടരുത്, 100 തന്നെ ഇതിപ്പോൾ ഫാനിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുവാണല്ലോ BLDCയുടെ. അപ്പം ഇതിന് 100 മില്ലി ആംപിയറിൻ്റെ ഫ്യൂസ് ആയിരിക്കണം, നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഫ്യൂസ് ഉണ്ട് ഇതുപോലത്തെ ഫ്യൂസുകൾ, ഈ വണ്ടിയുടെ ഫ്യൂസൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടരുത്. ഇതിട്ടൊരു കാര്യമില്ല, ഇത് കത്തിപ്പോകത്തില്ല. ഇതിനകത്ത് ചെറുത് കിട്ടത്തുമില്ല, അത് കത്തിപ്പോകത്തുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് ഫിറ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് ഇതുപോലെ കാലുള്ള ഫ്യൂസ് കിട്ടും 2 വശം. പക്ഷേ ഇത് നിങ്ങൾക്ക് ഈ 100 മില്ലി ആംപിയറിൻ്റെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇതാണ് നിങ്ങൾക്ക് സോൾഡർ ചെയ്തെടുക്കാനും ഒക്കെ വളരെ സിമ്പിളായി. കാലിങ്ങനെ വളച്ചിട്ട് ഈ PCBക്കകത്ത് ഇടാനായിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള സാധനം അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. കുഴപ്പമില്ല, നിങ്ങൾ ഇതുപോലത്തെ മേടിച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇതിന് പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കോമൺ PCB ഇതുണ്ട്. ഇതുപോലെ കോമൺ PCBകൾ നമുക്ക് നല്ല
PCBകൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത്രയും വലിപ്പം നമുക്ക് ആവശ്യമില്ല. ഇതേ നമ്മൾ ഇതുപോലെ PCB വാങ്ങിച്ചതിനകത്ത് പറഞ്ഞാൽ എടുത്തിട്ട് ഇതുണ്ട്, ഇതേന്നൊരു ചെറിയ പീസ് ഇതുണ്ട്, ഇത് മുറിച്ചതിൻ്റെ ബാലൻസ് ആട്ടോ. അതുകൊണ്ട് ഇത് മുറിച്ചതിൻ്റെ ബാലൻസ് ഇതുപോലൊരു ചെറിയ പീസ് എടുക്കുക. ഈ വലിപ്പം മതി. അതായത് നമുക്കൊരു ഫ്യൂസും അതുപോലെ തന്നെ ഒരു MOVയും വെക്കാനുള്ള ഒരു ഇടം മതിയല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതുപോലെ ചേർത്ത് ഇങ്ങനെ വെക്കുക. ഇവിടെ സോൾഡർ ചെയ്യുക. ഈ രണ്ട് സൈഡും ഇതുപോലെ 2 ഫ്യൂസ് ചേർത്ത് വെക്കുക, സോൾഡർ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും വളരെ അത്യാവശ്യം നല്ല ചേർന്ന് തന്നെ വരണം കേട്ടോ, ഫ്യൂസ് സോൾഡർ ചെയ്യുമ്പം. അതിൻ്റെ കാര്യം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ഉണ്ട് സോൾഡർ ചെയ്തൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുപോലെ ചേർത്ത് വെച്ച് ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക 2 സൈഡും. എന്നിട്ട് ആ സോൾഡർ ചെയ്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ 2 വയർ ഇത് ഇൻപുട്ടായിട്ടും ഇവിടെ നിന്നുള്ളത് ഔട്ട്പുട്ട് കൊടുക്കുക. ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഫാനയിലേക്ക് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ MOVയുടെ ഇവിടെ നിന്നേ കൊടുക്കാവുള്ളൂ കേട്ടോ. ഇവിടെ നിന്നുള്ളത് ഫാനലെടുത്ത് ഒരു കാരണവശാലും കൊടുക്കരുത്, അന്നേരം മൊത്തം പ്രശ്നമാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ 4 ഫ്യൂസ് വെച്ചിട്ട് വേറെ സെറ്റപ്പിൽ ഉണ്ടാക്കണം. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണം കൊടുക്കാം. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ MOVയുടെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഉറപ്പായിട്ടും ഫാനെ കൊടുക്കണം. സപ്ലൈ കൊടുക്കുന്ന ഈ ഫ്യൂസയിലേക്കേ സപ്ലൈ കൊടുക്കാവുള്ളൂ. AC 230 വോൾട്ട് ഇവിടെ കൊടുക്കാവുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, PCB ചെറുതായിട്ട് കട്ട് ചെയ്യുക, 2 ഫ്യൂസ് പിടിപ്പിക്കുക, MOV പിടിപ്പിക്കുക, ഇത്രയും കേസേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ MOV ഇങ്ങോട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ ചേർത്ത് വെച്ച് നമുക്ക് കുറച്ചുകൂടി ഒതുങ്ങി ചെറുതായിട്ട് വരും. ഞാനിപ്പോൾ എനിക്ക് ഇതിനകത്ത് എളുപ്പത്തിൽ പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ സെറ്റ് ചെയ്തത് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നതെന്നു കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മിന്നൽ വരുവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്നാണ് സംഭവം മിന്നൽ വരുന്നത്. ഇവിടെ നിന്ന് മിന്നൽ വന്നു കഴിഞ്ഞാൽ ഈ 2 ഫ്യൂസുകൾ വഴിയാണ് നമ്മുടെ സപ്ലൈ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ പോസിറ്റീവിലും നെഗറ്റീവിലും ഈ ഫ്യൂസിൻ്റെ ഔട്ട്പുട്ടിലാണ് നമ്മൾ ഈ MOV കണക്ട് ചെയ്യുന്നത്. അപ്പം 230 വോൾട്ടിന് മുകളിലേക്കുള്ള ഒരു സപ്ലൈ, അതായത് 270, 300 അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ച് ടോപ്പിലുള്ളൊരു ഹൈ വോൾട്ടേജ് ഇടിമിന്നലൊക്കെ ഉണ്ട്, അതിലേക്ക് വരികയാണെങ്കിൽ ഈ MOV അപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു സെക്കൻഡിൻ്റെ 1 കോടിയിലൊന്ന് സമയം മതി. ആ ഒരു സമയത്തിനുള്ളിൽ ഈ MOV ഷോർട്ട് ആവും. അതായത് ഈ ഒരു പോയിൻറ്റ് തമ്മിൽ ഷോർട്ട് ആവും. ഇങ്ങനെ ഷോർട്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ 2 ഫ്യൂസുകളും അടിച്ചു പോകും. കാരണം ഇത് വളരെ ചെറിയ ഫ്യൂസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 100 mA കൃത്യം ഇതിനാവശ്യമുള്ള ഫ്യൂസേ ഇടാവുള്ളൂ. എന്ത് ചെറിയ പ്രോബ്ലം വന്നാലും, ഇപ്പോൾ ഹൈ വോൾട്ടേജ് വന്നാൽ പോലും MOV ഈ ഫ്യൂസിനെ അടിച്ചു കളഞ്ഞോളും. ചെറിയ ഫ്യൂസ് ആണെങ്കിൽ നമ്മൾ വലിയ ഫ്യൂസ് ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇത് MOV ചൂടാകാനും ഒക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഫ്യൂസ് ഇട്ടാൽ മതി. ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് വാല്യൂ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് ഒരു നഷ്ടങ്ങളോ കാര്യങ്ങളോ നോക്കേണ്ട, 1 രൂപ വിലയല്ലേ ഫ്യൂസിനുള്ളൂ. ഏറ്റവും കുറഞ്ഞ ഫ്യൂസ് അതാണ് 100 mA ഏറ്റവും കുറഞ്ഞ ഫ്യൂസ് ഇടുക. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു മിന്നിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഷോർട്ട് ആകുമ്പോൾ ഈ ഫ്യൂസ് രണ്ടും പോകും. ഫ്യൂസ് രണ്ടും പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ദൂരം ഉണ്ടല്ലോ, ഇത്രയും ദൂരം ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ ലൈറ്റിങ്ങിന് ചാടി ഇങ്ങോട്ട് കടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഫാനിൻ്റെ അങ്ങോട്ട് സപ്ലൈക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 2 എണ്ണവും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി ഇപ്പുറത്ത് കടന്ന് പോരുന്നതിനെ കഴിഞ്ഞും ദൂരം കുറച്ചായിരിക്കണം നമ്മൾ ഇവിടം സെറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഈ ചുവട് സെറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഈ ചുവട് ഭാഗം ഉണ്ടല്ലോ, ഈ ചുവട് ഭാഗം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കാരണവശാൽ ഈ ഫ്യൂസ് രണ്ടും ബേണായി പോയതിന് ശേഷം വീണ്ടും ഇടി വെട്ടുവാണെങ്കിൽ, ഒരു ഇടിമിന്നൽ വരുമ്പോൾ തന്നെ ഇത് മിക്കവാറും സാധനം ഇതിൽ പോകും, ശക്തിയുള്ളതാണെങ്കിൽ. പിന്നീട് വീണ്ടും ഇടിമിന്നൽ വരുവാണെങ്കിൽ അത് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് MOVയുടെ ഇങ്ങോട്ട് പോലും പോകേണ്ട ആവശ്യം വരില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ഇത് സ്പാർക്കായി ചാടിക്കോളും. ഇത് പോസിറ്റീവിന് പറ്റും നമ്മൾ ഇവിടെ ചാടും. കാരണം ഇതിനിപ്പുറത്ത് പോയതിലെ കടന്നു പോകുന്നതിനെ കഴിഞ്ഞ് എളുപ്പം ഈസി ആയിട്ടും ദൂരം കുറവ് ഇങ്ങോട്ടായതുകൊണ്ട് ഇതിവിടെ തന്നെ സ്പാർക്ക് അടിച്ച് നിൽക്കാനായിട്ടുള്ള സാധ്യത പിന്നെ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് ചേർത്ത് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിതിങ്ങനെ ഇങ്ങോട്ട് മടക്കി വെച്ചതിൻ്റെ ഉദ്ദേശം ഇതുണ്ടോ, ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഇത് ഈ MOV ഏതെങ്കിലും കാരണവശാൽ ഒരു നിശ്ചിത വോൾട്ടേജ് വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ MOV ഹീറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ ഉള്ളൊരു കവറിങ്ങും കൂടെ നമ്മളിങ്ങനെ കയറ്റിയിടണം. ഇതിലേക്ക് കയറ്റിയിട്ട് ഇത് HS സ്ലീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ലീവ് കിട്ടും കേട്ടോ. ഇതൊക്കെ കയറ്റിയിടുന്ന സ്ലീവ്. എന്നിട്ടൊരു ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ഷോക്കോ കാര്യങ്ങളൊന്നും വരത്തില്ല. അതങ്ങോട്ട് അതിനകത്തേക്ക് സീറ്റിംഗ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഫാനിൻ്റെ ആ ഇതിനുള്ളിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതേന്ന് വേറെ പുറത്തേക്ക് ഷോക്കോ മറ്റു കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അതിനകത്ത് തന്നെ ഇത് നമുക്കിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്കിതിൻ്റെ ഇതുപോലത്തെ ക്ലിപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിന്മേൽ ഞെക്കുമ്പോൾ ഇതുണ്ടോ, ഇത് ഞെക്കിയാൽ മതി. നമുക്ക് സ്ക്രൂ വെച്ച് ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് കണ്ടമാനം ബുദ്ധിമുട്ട് നമ്മളിത് മുറുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമ്മളിതിങ്ങനെ ചുമ്മാ ചെറുതായിട്ട് ഞെക്കിയിട്ട് അതിനകത്തേക്ക് അങ്ങ് കയറ്റി
അങ്ങ് വെച്ചാൽ മാത്രം മതി. പിന്നെ എന്നാ കാണിച്ചാൽ ഇത് കണ്ട ഊരിപ്പോകത്തില്ല. അപ്പം നമുക്കിതൊന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഞെക്കി പതുക്കെ ഇങ്ങനെ ഞെക്കി ഇത് ഊരി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കയറ്റി വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു ഇത് നമുക്ക് റീപ്ലേസ് ചെയ്തിടാനായിട്ടും പറ്റും. ഷോക്കൊന്നുമില്ല. അതിനുള്ളിൽ ഇതിൻ്റെ കവറിങ് ഉണ്ടല്ലോ, നമ്മുടെ ഫാനിൻ്റെ കവറിങ്, അതിനുള്ളിൽ തന്നെ ഈ ഫാനിൻ്റെ ഈ കവറിൻ്റെ അകത്ത് തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇതിനുള്ളിൽ തന്നെ ഇത് നിൽക്കുകയും ചെയ്യും. നമുക്ക് വേറെ പ്രത്യേകിച്ച് പുറത്തൊന്നും ഒരു സംഭവങ്ങളും കാണത്തില്ല. വളരെ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇതിനകത്ത് തന്നെ ഇത് ഒതുങ്ങി ഇതിനകത്ത് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ടും പറ്റും. ഇത്തരത്തിൽ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒതുക്കി ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ഇത് കൂട്ടില്ല, നമുക്ക് ഈ ഫ്യൂസ് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടോ, ഇതുപോലുള്ള ഫ്യൂസ് ഹോൾഡറുകൾ കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ വലുതായിപ്പോൾ കുറച്ചുകൂടെ വലിയ PCBയിൽ കുറച്ചുകൂടെ വലിപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ഫ്യൂസ് ഹോൾഡറുകൾ വെച്ചിട്ട് ഇതിനകത്തേക്കുണ്ട് ഇതുപോലെ ഇങ്ങനെ ഞെക്കി കയറ്റി വെക്കാം. നമുക്കിത് ഇങ്ങനത്തെ വാങ്ങിച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ ഞെക്കി കയറ്റിയിടാം. അപ്പോൾ ഫ്യൂസ് മാത്രമായിട്ട് നമുക്ക് പിന്നെ പോകാൻ വേണമെങ്കിൽ മാറണമെങ്കിൽ ഇതിങ്ങനെ നമുക്ക് ഊരി എടുത്തിട്ട് അടുത്തിടാനായിട്ടുള്ള ഇതുപോലുള്ള ഫ്യൂസ് ഹോൾഡറുകൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ PCBയിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാനത് അങ്ങനെ ചെയ്തില്ല, കാരണം കുറച്ച് ബൾക്കായിരിക്കും, കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. നമുക്ക് അന്നേരം അത് ഉപയോഗിക്കാനായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് നേരിട്ട് PCBയിലേക്ക് തന്നെ നമ്മൾ സോൾഡർ ചെയ്ത് ചേർത്ത് തന്നെ വെച്ച് ചെയ്യുവാണ്. ഇതാണ് ഏറ്റവും എനിക്ക് സേഫ്റ്റി കൂടുതൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കുറച്ചെണ്ണം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്കിത് ഒരെണ്ണം പോവുകയാണെങ്കിൽ അടുത്ത് മാറ്റിയിട്ടാൽ മതി. കാരണം പിന്നെ ഒരെണ്ണം പോയിട്ട് പിന്നെ അത് നമ്മൾ നോക്കണമല്ലോ. ഇത് ഈ ഒരു കണക്ടറിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ ഊരിയെടുത്താൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ട് ഊരിയെടുക്കുക. ഈ കണക്ടർ അതേ തന്നെ ഇരുന്നോട്ടെന്ന് വെക്കുക. ഈ രണ്ട് വയറും ഇതുണ്ട്, ഇതാണ് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കണക്ടർ രണ്ടും പോയിട്ട് ഈ വയറും ഇതും കൂടി ഇത്രയും ഭാഗം നമ്മൾ മാറ്റിക്കളയുക. അടുത്ത സംഭവം നമ്മൾ പറഞ്ഞ് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ സ്ഥാനത്ത് സംഭവം അതിനോടുകൂടി ഫാൻ വീണ്ടും കറങ്ങാൻ തുടങ്ങും കുഴപ്പമില്ലാതെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു വെറും 10 രൂപ മുടക്കിൽ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000-4,000 രൂപ വരെ നമ്മുടെ ഫാൻ, ഇപ്പോൾ വാറണ്ടിയൊക്കെ കഴിഞ്ഞു പോകും ഫാനിൻ്റെ പെട്ടെന്ന് തന്നെ. അതിനുശേഷം നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിടുവാണെങ്കിൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഊരി മാറ്റാനും എല്ലാം പറ്റുമല്ലോ. അപ്പോൾ പിന്നെ ഇത് വെച്ചാൽ നമുക്ക് 100% സംരക്ഷണമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരിക്കലും 100% എന്ന് പറഞ്ഞൊരു സംരക്ഷണമില്ല. പിന്നെ മാക്സിമം നമുക്ക് വീണ്ടും കൂടുതൽ സംരക്ഷണം നമുക്ക് നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫാൻ നമ്മൾ വീട്ടിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ വയറിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് മിന്നലായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോപ്പറായിട്ടുള്ളൊരു എർത്തിങ് സംവിധാനം നമ്മുടെ വീട്ടിൽ വേണം. നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു എർത്തിങ് ആയിരിക്കണം നമ്മുടെ വീടിന് കൊടുത്തിരിക്കുന്നതാണ്. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 50% പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈസ മുടക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് SPD, അതായത് വേറെ എർത്തൊക്കെ കൊടുത്ത് ചെയ്യണം. പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ SPD കൂടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറേ കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ഈ ഫാനുകൾ ഈ ഹുക്കിലിടുമല്ലോ, നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ഹുക്കിലാണല്ലോ നമ്മൾ ഇടുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൽ ആ ഹുക്കിനകത്ത് ഇടുന്നത് കൊണ്ട് അതിന് പ്രത്യേക ഒരു എർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന് സംരക്ഷണം കിട്ടും. അങ്ങനെ കുറേ ആളുകൾ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം, നമ്മളൊരു ഫാൻ പിടിപ്പിക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ വാർക്കയ്ക്കകത്തോട് വരുന്ന കമ്പി ഉണ്ടല്ലോ, നമ്മൾ വാർക്ക കമ്പി എന്ന് പറയുന്നത്, അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ ഹുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫാനും ഈ വാർക്ക കമ്പിയും തമ്മിൽ ജോയിൻ്റ് ആയാൽ, ഫാനിൻ്റെ ബോഡിയായിട്ട് ജോയിൻ്റ് ആയിരിക്കും നമ്മുടെ ഫാൻ പെട്ടെന്ന് ഇടിമിന്നലേക്കാനോ അത് കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ജോയിൻ്റ് ആവാതെ നോക്കണം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ്റ് ആണെന്ന് വരികില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ അതിന് കുറച്ച് ഇപ്പുറത്തോ അപ്പുറത്തോ മാറ്റി വേറെ ഒരെണ്ണം അടിക്കുക. അതായത് വേറൊരു ഹുക്ക് അടിച്ചിട്ട് ഡ്രിൽ ചെയ്ത് ഹുക്ക് അടിച്ചിട്ട് അതിലേക്ക് ഫാൻ തൂക്കുകയാണെങ്കിൽ അതിന് എർത്ത് ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം, എർത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവത്തേലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്ന് ഒരിക്കലും നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സംരക്ഷണം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈ ഫാനിൻ്റെ ആ ചുവട്ടിലായിട്ട് ചെറിയ ഒരു റബ്ബറിൻ്റെ ഒരു പീസ് ഇട്ടുണ്ടാവും. അപ്പോൾ ആ റബ്ബർ പീസ് പോയി കിടക്കുകയാണെങ്കിലും ചിലപ്പോൾ ഇടിമിന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചുകൊണ്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ആ കമ്പിയിൽ തട്ടാത്ത രീതിയിലാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഫാൻ പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫാനുകൾക്ക് എർത്ത് കൊടുക്കുകയാണെങ്കിൽ, അതായത് 3 വയർ വലിച്ചു കൊടുത്തിട്ട് ഫാനിന് എർത്ത് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് നല്ല പ്രയോജനമുണ്ട്. അങ്ങനെ കൊടുത്താൽ ഒരു ഫാനും പോകില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ നമ്മൾ എർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീടിന് സ്ട്രോങ് ആയിട്ടുള്ള എർത്ത് ഇല്ലാത്ത ഒരു വീടാണ് നമ്മൾ എർത്ത് കൊടുത്താൽ നമുക്ക് ഗുണത്തിനെ കഴിഞ്ഞാൽ ഒന്ന് ദോഷം വരും. രണ്ടാമത് നമ്മൾ ഈ സാധാരണ ഫാനുകൾക്കൊന്നും എർത്ത് കൊടുക്കാനായിട്ട് മിക്കവാറും ഉള്ള കമ്പനികളൊന്നും തന്നെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന അല്ലാത്ത കമ്പനികളുടെ ഫാനുകൾക്ക് ഒരിക്കലും അത് എർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ പോകരുത്. ഓപ്ഷൻ ഉണ്ടെങ്കിൽ എർത്തിന് വേണ്ടി പ്രത്യേക ഒരു ഓപ്ഷൻ അവർ ചെയ്തിട്ടുള്ള ചില ഫാനുകളുണ്ട്. അങ്ങനെയുള്ളതിന് മാത്രമേ നമ്മൾ എർത്ത് കൊടുക്കാവുള്ളൂ. അല്ലാത്ത ഫാനുകൾക്ക് ഒരു കാരണവശാലും എർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എർത്ത് കൊടുത്താൽ ഗുണത്തിനെ കഴിഞ്ഞും കൂടുതൽ ദോഷവും. പിന്നെ നമ്മുടെ വീട്ടിൽ SPD വെച്ചിട്ടുണ്ട്, നല്ല സ്ട്രോങ് എർത്തിങ് ഒക്കെ ആണെങ്കിൽ മാത്രം കൊടുത്താലും വലിയ പ്രശ്നം വരില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഫാന് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വരും. നിങ്ങളൊക്കെ കണ്ടിട്ട് കാണും, നമ്മുടെ ഈ ഇൻവെർട്ടറുകളൊക്കെ പല വീടുകളിലും ഇൻവെർട്ടർ പിടിപ്പിക്കുമ്പോൾ നമ്മൾ എർത്ത് കണക്ട് ചെയ്ത ഇൻവെർട്ടറുകൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും നമ്മൾ കണ്ടിട്ടുണ്ട്.
അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എർത്ത് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. സ്ട്രോങ് എർത്തും SPD വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നമുക്ക് ഇൻവെർട്ടറുകൾ എർത്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. പക്ഷേ എർത്ത് വളരെ കുറവുള്ള വീടുകളിൽ ഇൻവെർട്ടറുകൾ എർത്ത് ചെയ്യുന്ന ഇൻവെർട്ടറുകൾക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ കൂടുതൽ വരാനുള്ള സാധ്യത നമുക്ക് കാണുന്ന ആ ഒരു കാര്യമാണ്. എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇലക്ട്രീഷ്യന്മാരൊക്കെ എർത്ത് കൊടുത്ത ഇൻവെർട്ടറുകൾ പെട്ടെന്ന് പോകുന്നു എന്നുള്ള. അതിൻ്റെ കാര്യം ഇതാണ്, സ്ട്രോങ് എർത്ത് അല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഇൻവെർട്ടറുകൾക്ക് കംപ്ലൈൻറ്റ് വരുന്നതിൻ്റെ ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡിവൈസ് ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിപ്പം നമ്മൾ BLDC ഫാനിന് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. അപ്പം ഇത് ഫാനിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഈ ആംബിയർ, അതായത് ഈ ഫ്യൂസ് ഉണ്ടല്ലോ, അത് വളരെ കൃത്യമായിട്ടും നമ്മൾ ഏത് ഡിവൈസിന് വേണ്ടിയാണ് കൊടുക്കുന്നത് ആ ഡിവൈസ് കൃത്യം വർക്ക് ചെയ്യുന്നതിന് ഉള്ള ആ ഒരു ആംബിയറിലുള്ള ഫ്യൂസ് മാത്രമാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇത് നമുക്ക് 10 രൂപ മുടക്കലുള്ളൂ. ഇത് പോയാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഫ്യൂസുകളൊന്നും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, കൃത്യം കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതേ സെയിം ഡിവൈസ് തന്നെ നമുക്ക് വേണമെങ്കിൽ TV-ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിന് വേണ്ടിയിട്ടോ മറ്റേത് ഉപകരണത്തിന് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടോ ഒക്കെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇതേ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി ഒരു സ്വിച്ച് ബോക്സിനുള്ളിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ ഫ്യൂസ് കൊടുക്കുമ്പോൾ ഇതിപ്പം കൊടുക്കുന്നത് 100 mAh ഫ്യൂസാണ് നമ്മളൊരു BLDC ഫാനിന്. അത് 32 വാട്ടാണ് വരുന്നത്. അപ്പോൾ 100 വെച്ചാൽ മതി, അതിനകത്ത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തോളും. കണക്ക് വെച്ച് നോക്കുമ്പോൾ 100 അല്ല 32 എടുക്കില്ലാന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും. പക്ഷേ കുഴപ്പമില്ല, 32-ന് 100 വെച്ചാൽ മതി, എടുത്തോളും. അപ്പോൾ നിങ്ങൾ മറ്റ് ഡിവൈസുകൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്യൂസിൻ്റെ അളവ് നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വലുതിട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനും കുറച്ച് നമുക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്, സംരക്ഷണം കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലെ വയറിങ്ങും എർത്തിങ്ങും അതുപോലെ തന്നെ ELCBയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എല്ലാം നല്ല പെർഫെക്റ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതും കൂടി കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ഇത് കിട്ടുന്നത്. അല്ലാതെ ഒരു ഇതും കൊടുക്കാതെ ഈ ഒരു സംഭവം മാത്രം കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ സംരക്ഷണമാണല്ലോ എന്നും കരുതി ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് ഒരു തവണ കംപ്ലയിൻറ്റ് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് പൂർണ്ണമായിട്ട് മാറ്റി വേറെ ഒരു പുതിയ ഒരെണ്ണം റീപ്ലേസ് ചെയ്തിരുന്നായിരിക്കും നല്ലത്. കാരണം ഈ തവണ ഷോർട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് ഷോർട്ടായി തന്നെ നിൽക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഒരെണ്ണം ഇടുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞതൊക്കെ കാണിച്ചപ്പോൾ ഇത്രയും ഈ 10 രൂപ മുടക്കേ വരുന്നുള്ളൂ, ഇത്രമാത്രം സംരക്ഷണമൊക്കെ തരുന്ന ഒരു ഉപകരണമാണിതെന്ന് ഒരിക്കൽ. ഈ BLDCയുടെ ഈ ഫാൻ ഉണ്ടാക്കുമ്പോൾ ഇതിനുള്ളിൽ തന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ കമ്പോണൻസുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഈ കമ്പനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചാൽ പോരെ, എന്തുകൊണ്ടാണ് അവരത് വെക്കാത്തത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം നിങ്ങൾക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം വെച്ചാൽ ഇതിനകത്ത് ശരിക്കും ഇവർ MOV വെച്ചിട്ടുണ്ടാവും. പക്ഷേ അത് കുറച്ച് ഹൈ വാല്യൂ ആയിരിക്കും. അതായത് നമുക്ക് കൃത്യം 275 വോൾട്ടിൻ്റെ ഒന്നും അവർ വെക്കത്തില്ല ഒരിക്കലും. കാരണം 275 വോൾട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ലൈനിൽ ഒരു 325 വോൾട്ട് 230 വോൾട്ടിൻ്റെ നമ്മുടെ സപ്ലൈ ആണ് നമ്മുടെ KSEB തരുന്നെങ്കിൽ അതിനകത്തൊരു 325 വോൾട്ടൊക്കെ സ്പൈക്കുകൾ, പല രീതിയിലുള്ള സ്പൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കംപ്ലയിൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇച്ചിരി വോൾട്ടേജ് ഹൈ വന്നാലും, ഇപ്പോൾ ഡബിൾ ഫേസ് വരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും വോൾട്ടേജ് ഹൈ വന്നാലും ഇത് പെട്ടെന്ന് ഷോർട്ടായി ഈ ഫാനിനുള്ളിൽ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഫ്യൂസ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അവർക്ക്. അങ്ങനെ ഫ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ചൂടായി കത്തി അതിൻ്റെ ഫ്യൂസും ഒക്കെ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആൾക്കാർ പെട്ടെന്ന് തന്നെ ഇതിന് വാറണ്ടി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ 2 വർഷം 3 വർഷമൊക്കെ. അപ്പോൾ ഈ വാറണ്ടിയിൽ ഇത് എപ്പോഴും മാറാനായിട്ട് കടകളിൽ ആളുകൾ ചെല്ലുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. പെട്ടെന്ന് ഇത് കംപ്ലയിൻറ്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ള ഒരു പേരും ആ കമ്പനിക്ക് വീഴും. അതുപോലെ തന്നെ ഇത് നന്നാക്കി കൊടുക്കാനായിട്ട് എപ്പോഴും ഇത് കടകളിൽ കൊണ്ടുവരുന്ന അവർക്ക് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇതിനുള്ളിൽ അവർ അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഈ ഒരു കേസിനകത്ത് അവർക്ക് ചെയ്യാനായിട്ട് ഒരു കമ്പനിക്കും പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ അതിനുള്ളിൽ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റാത്തതിൻ്റെ കാരണം. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് 10 രൂപ മുടക്കി നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് മാറ്റി അടുത്ത് ഇടാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു അത്യാവശ്യം അറിവുള്ള ആളുകൾക്ക് ഇത് ഫിറ്റ് ചെയ്യാനും ഇത് ഉണ്ടാക്കാനും ശരിക്കും പറ്റത്തുള്ളൂ എന്നുള്ളത് ശരി തന്നെ. അപ്പം ഏതെങ്കിലും കാരണവശാലും നിങ്ങൾക്കിത് സ്വന്തമായിട്ട് സോൾവ് ചെയ്തെടുക്കാനും ഒന്നും അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണിക്സ് സർവീസ് സെൻ്ററുകൾ, ഇപ്പോൾ TV അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നന്നാക്കുന്ന കടകളുണ്ടല്ലോ, ഇലക്ട്രോണിക് സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ളിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു MOVയും വെച്ചിട്ട് 2 ഫ്യൂസും വെച്ച് ഇതുപോലെ ഒരു ചെറിയ കോമൺ പീസിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറഞ്ഞാൽ അവർ ചെയ്തു തരും. പിന്നെ ഇതിന് മുൻപുള്ള പല വീഡിയോയിൽ നമ്മൾ ആൾട്ടർനേറ്ററിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഡൈനാമോ, ജനറേറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോകൾ കണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആണെങ്കിൽ അതറിയാമായിരിക്കും. അപ്പം ഈ BLDC ഫാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് ശരിക്കും ഒരു ഡൈനാമോ ആയിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്ററാണ് ഈ സാധനം. ഇത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിയോ കേട്ടോ. ഇതുണ്ട്, അതിന് കറക്കുമ്പോൾ നോക്കിയതുണ്ട്, അതിനകത്ത് ലൈറ്റുകൾ തെളിയുന്നുണ്ടോ, ഇങ്ങനെ കറക്കി വിട്ടാൽ ഇതിനകത്ത് കറണ്ട് ഉൽപ്പാദിപ്പിച്ചതുണ്ടോ, ഇങ്ങനെ ഒന്ന് അനക്കിയാൽ മതി, ഈ സാധനം തെളിയും. അപ്പോൾ ഇതിനകത്ത് കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മളിതിൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. ആ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടാണ് നമ്മുടെ ഈ LED ബൾബ് തന്നെ. അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ ബാറ്ററിയോ അല്ലെങ്കിൽ വേറെ കണക്ഷനൊന്നും കൊടുത്തില്ല കേട്ടോ, ചുമ്മാ വേറെ ഫ്രീ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ കറക്കി കഴിയുമ്പോഴത്തേക്കും തെളിയുന്നതിൻ്റെ കാരണം ഇതിനകത്ത് ഒരു ആൾട്ടർനേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ജനറേറ്ററായിട്ട് ഡൈനാമോ ആയിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കറണ്ട് ഇതായാലും ഇങ്ങനെ കറക്കി കഴിയുമ്പോഴത്തേക്കും വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നുള്ളൂ. ഈ ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഈ ഞാനിതിന് മുമ്പ് ഒരു മോട്ടോർ കൊടുത്തപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഈ മോട്ടോറാണല്ലോ അത്
ഡൈനാമോ അല്ല നിങ്ങൾ കൊടുത്തത്, മോട്ടോർ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ മോട്ടോർ എന്ന് പറയുന്ന സാധനവും ഡൈനാമോ എന്ന് പറയുന്ന സാധനവും ഇത് രണ്ടും സെയിം ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നുള്ളതെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാം ഈ BLDC ഫാനും അതുപോലെ തന്നെ നമ്മുടെ LED ബൾബുകളും വന്നതോടുകൂടി നമുക്ക് സോളാറിലൊക്കെ വളരെ ഈസി ആയിട്ട് ജീവിക്കാവുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പഴയ കാലത്താണെങ്കിൽ നമുക്ക് ഫിലമെൻറ്റ് ബൾബുകൾ, ചുമന്ന കളർ തെളിയുന്ന ബൾബുകളായിരുന്നു നമ്മൾ ഉപയോഗിച്ചത്. അതൊരു 100 വാട്ട് ബൾബൊക്കെ ഇട്ടെങ്കിൽ ഒരു റൂമിനകത്ത് പ്രകാശം കിട്ടത്തുള്ളൂ. അപ്പോൾ 100 വാട്ടിൻ്റെ അതുപോലത്തെ ഒരു ബൾബും സാധാരണ ഒരു ഫാനാണ് 80 വാട്ടൊക്കെ AC എടുക്കും. 80 വാട്ടിൻ്റെ ഒരു ഫാനും കൂടി ഇടുമ്പോൾ തന്നെ 200 വാട്ടിനോട് അടുത്ത് നമുക്ക് ലോഡായി. നമുക്കൊരു സോളാറെന്നൊന്നും കൊടുത്തുകൊണ്ട് ഒരു ഫാനും ഒരു ലൈറ്റും പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ആ ഒരു ലൈറ്റ് മാറ്റിയിട്ട് നമ്മൾ LED ആക്കുമ്പോൾ നമുക്ക് 10 ബൾബുകൾ തെളിച്ചാൽ പോലും 90 വാട്ട് ഒക്കെ വരത്തുള്ളൂ. ഒരു ബൾബിന് സ്ഥാനം നമുക്ക് 10 LED തെളിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫാനാണെങ്കിൽ 3-1 അത്ര ഒരു ഫാൻ ഇടുന്നതിന് 3-1 കറണ്ട് കൊണ്ട് നമുക്ക് ഫാനും വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ AC, നമ്മുടെ ഫ്രിഡ്ജ്, ഇതെല്ലാ സാധനങ്ങളും നമുക്ക് BLDC മോട്ടോറിൻ്റെ ടെക്നോളജിയിലൂടെ വന്നതിനോടുകൂടി നമുക്ക് വളരെ സുഖമായിട്ട് നമുക്ക് ഓഫ് ഗ്രിഡൊക്കെ ചെയ്താൽ പോലും വളരെ സുഖമായിട്ട് ഒരു വീടിന് പൂർണ്ണമായിട്ടുള്ള വൈദ്യുതി നമുക്ക് ലഭ്യമാകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1-2 വർഷത്തോടെ കഴിഞ്ഞാൽ നമുക്ക് മോട്ടോറുകളും വളരെ വിലക്കുറവിൽ നമുക്ക് BLDCയിലുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും AC മോട്ടോർ എല്ലാ സാധനവും BLDC ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് LEDയും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഓഫ് ഗ്രിഡ് സോളാർ വെച്ചുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എല്ലാ വീടുകൾക്കും മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ടെക്നോളജി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പാനലിനകത്ത് എഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ പ്രോഡക്റ്റുകൾ കറണ്ടിൻ്റെ ഉപയോഗം വളരെ കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ അടുത്ത ആഴ്ച കാണാം. ബൈ.